ഈ യൂറോപ്പിലും ജർമ്മനിയിലുമെല്ലാം ആക്രമണങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് കാർ ഇടിച്ചു കയറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു പതിവായിരിക്കുന്നത്. ഇന്നലെയും ഒരു ആക്രമണം ഉണ്ടായി. അതിൽ 2 പേർ മരണപ്പെടുകയും ബാക്കി 10-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജർമ്മനിയിൽ ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നത്? ഒരു മാസം മുൻപും ഇത്രയും സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ കുടിയേറ്റ കാര്യത്തിൽ വളരെ ലിബറലായിട്ടുള്ളൊരു നയമാണ് അനുവർത്തിച്ചു പോകുന്നിരുന്നത്. ആർക്ക് വേണമെങ്കിലും കുടിയേറാം, യാതൊരു വിധമായ വിലക്കുമില്ല. ഇവിടെ ഈവൻ UAE പോലും ആ കാര്യത്തിൽ ചില വിലക്കുകളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുമ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ആ യൂറോപ്യൻ ലിബറലിസത്തിൻ്റെ ഭാഗമായിട്ട് ആർക്ക് വേണമെങ്കിലും കുടിയേറാം എന്നുള്ള ഒരു ലിബറലായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. കുടിയേറുന്നതിൽ ശരിയായിട്ടുള്ള രേഖകളില്ലാത്തവർക്ക് പോലും കുടിയേറാം എന്നുള്ള യൂറോപ്യൻ ലിബറലിസത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പുലർത്തിപ്പോരുന്ന പണ്ടേ ഉള്ളതിൻ്റെ ഒരു പുലർത്തിപ്പോരുന്ന ഒന്നാണത്. ആർക്ക് വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവിടെ വരാം. വളരെ ലിബറലായിട്ടുള്ളൊരു സമൂഹമാണ്. ഫ്രാൻസും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് ചില രാജ്യങ്ങളിൽ നിന്ന് കുടിയേറുന്ന പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം കൂറ് ആ രാജ്യത്തോടല്ല, മറിച്ച് ആ രാജ്യത്തിന് വിരുദ്ധമാണ്. പക്ഷേ ഇവരുടെ ഈ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ആ രാജ്യത്തിലേക്ക് കയറ്റുന്നത്. അതെ. പ്രത്യേകിച്ചും റോഹിംഗ്യൻ മുസ്ലിങ്ങളെന്ന് പറയുന്ന വിഭാഗത്തെ ഏത് രാജ്യത്ത് കടത്തിവിട്ടാലും അവരവിടെ അക്രമാസക്തരാകും. വയലൻസ് അവരുടെ DNA-യിലുണ്ടാകും. അത് ഉൾക്കൊള്ളാൻ ഒരു രാജ്യത്തിനും പറ്റില്ല. എന്നാൽ ഇത് തങ്ങൾക്ക് ഇവിടെ പ്രതിസന്ധിയുള്ള ഒരു രാജ്യത്തിന്റെ പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് ബ്രിട്ടനാണ്, UK അല്ലേ? അവിടെ ഇത്തരം വലിയ പ്രതിസന്ധി ഉണ്ട്. കാകനിരിക്കാൻ കമ്പ് കൊടുത്താൽ മേലിൽ അവനൊരു ദോഷവും ഉണ്ടാവും എന്നുള്ള ചൊല്ല് വളരെ പ്രസക്തമാണ് ഇവിടെ. പ്രത്യേകിച്ച് 2 സമുദായങ്ങളാണ് ഈ പ്രശ്നം ഏറ്റവും ഗുരുതരമായിട്ട്. അല്ലാത്ത സമുദായങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നല്ല, അത് അക്രമങ്ങൾ, മോഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യക്കാർ പൊതുവേ നാണക്കേട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ 2 സമുദായങ്ങൾ, ഒന്ന് സിഖുകാരാണ്. ആ രാജ്യത്തിൻ്റെ പേര് തന്നെ ചീത്തയാകും. കാനഡയിൽ പോയിട്ട് കനിഷ്ക ദുരന്തമുണ്ടാക്കി ഏറ്റവും ഹീനമായ രീതിയിൽ അതിൽ ബോംബ് വെച്ച് കുട്ടികളെ, സ്ത്രീകളെ, പ്രായമായവരെ ഉൾപ്പെടെ കൊന്നിട്ട് ഉസാമ ബിൻ ലാദനെ പോലെ അതിൻ്റെ ശില്പി, ആസൂത്രകൻ കാനഡയിൽ തന്നെ കഴിഞ്ഞു പോന്നു, സുഖവാസം നയിച്ചു. അതുപോലെ തന്നെയാണ് ജർമ്മനിയിലേക്ക് കയറുന്ന ചില ആൾ. കഴിഞ്ഞ ഒരു ക്രിസ്മസിൻ്റെ തലേന്ന് ക്രിസ്മസ് ചന്തയിലേക്ക് ഒരാൾ ഇടിച്ചു കയറി അവിടെ മരണം വിധിച്ചു. അപ്പോൾ ഈയിടെ ഒരു മാർക്കറ്റിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക്, ഇവിടെ വേസൈഡ് മാർക്കറ്റ്സൊക്കെ ഉണ്ടല്ലോ, ഫുഡ് സ്ട്രീറ്റ്, ഇങ്ങനെയൊക്കെ എല്ലാം ഉള്ള രാജ്യമാണത്, വികസിത രാജ്യം. അവിടേക്ക് ഇടിച്ചു കയറ്റി ഒരു 28 പേർക്ക് പരിക്ക് പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേർ മരിച്ചു. ഇടിച്ചു കയറിയപ്പോൾ അവരൊക്കെ ഇത് വളരെ അന്വേഷിച്ച് സത്യം കണ്ടെത്തിയേ പറയൂ. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം നമുക്കറിയാം. ആ രാജ്യം ഇങ്ങനെ വികസിതമായി കഴിയുന്നു. ഈ മതത്തിൻ്റെ ഉൾക്കാഴ്ചകൾ അനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. അതായത് വളരെ ലിബറലായിട്ട് അവർ ജീവിക്കുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം, ഈ കാര്യത്തിലെല്ലാം വളരെ ലിബറൽ സമൂഹമാണ്. ഇവർക്ക് ഈ കുടിയേറ്റത്തിനുള്ള അനുവാദം നൽകിയതുപോലെ തന്നെ അവിടെ ജീവിതവും ലിബറലാണ്. ആണും പെണ്ണും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേർത്തതാണ്. അപ്പോൾ വഴിയിൽ കിസ് ചെയ്യുക, അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അല്പവസ്ത്രധാരികളായിരിക്കും. ഇതൊന്നും ഈ മതത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഇണങ്ങുന്നതല്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ മതപഠന കേന്ദ്രങ്ങളിൽ പഠിച്ചിട്ടുള്ള ആൾ തീർച്ചയായിട്ടും വയലൻ്റ് ആയിത്തീരും. കാരണം ഇത് നിഷിദ്ധമാണ് തൻ്റെ മതത്തിൽ. അതുകൊണ്ട് മറ്റൊന്നും വേണ്ട ഇത് എന്നുള്ള മറ്റില്ലേ. നമുക്കറിയാം, ഈസ്റ്റർ ആക്രമണം ജപ്പാനിൽ നടന്നു. ഈ രീതിയിലുള്ളതായിരുന്നു ഈസ്റ്റർ ഡേ വയലൻസ്. ജപ്പാനല്ല, ശ്രീലങ്കയിലാണ്. അപ്പോൾ അതാണ് അവിടെ ഹോട്ടലിലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആണും പെണ്ണും ചേർന്ന് നൃത്തം നടത്തുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിലേക്കാണ് ഈ ആക്രമണങ്ങൾ ചെന്നത്. ഒരു പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയുന്നില്ല. പാശ്ചാത്യ ലിബറൽ സംസ്കാരം ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലായ്മ, അതിനോടൊരു വെറുപ്പ്, വിദ്വേഷം ഇവരുടെ ഉള്ളിലുണ്ട്. അല്ല, ഈ മുൻ ഭരണാധികാരികൾ ജർമ്മനിയിലെല്ലാം ഉണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറഞ്ഞാണ് ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ
പക്ഷെ അവർക്ക് അനുകൂലമായ ഒരു നിലപാടായിരുന്നു മുൻ സർക്കാരുകൾ എടുത്തത്. അതിൻ്റെ ഒരു ദോഷമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അല്ല, അതിൻ്റെ തിരിച്ചടിയും ഉണ്ടാവുന്നുണ്ട്. ആ സർക്കാരുകളൊക്കെ നിലം പതിച്ചു. ഫ്രാൻസിലും ഈ ലിബറലായിട്ടുള്ള കുടിയേറ്റത്തെ അനുകൂലിച്ചിരിക്കുന്ന പാർട്ടി പോയി. അവിടെ ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത്. അവർക്കാണ് ഭൂരിപക്ഷം സർവേകൾ. അമേരിക്കയിലും കണ്ടു. അത് അമേരിക്ക. ജർമ്മനിയിലും എഞ്ചലോ മെർക്കൽ കുടിയേറ്റത്തിനെ അനുകൂലിച്ചിരുന്ന ഭരണാധികാരിയാണ്. അവർ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പോൾ കുടിയേറ്റത്തെ എതിർക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു അവിടെ. അമേരിക്ക, ജോർജ് ബൈഡൻ ഇക്കാര്യത്തിൽ വളരെ ലിബറലായിരുന്നു. ഒരു തടസ്സവും ഇല്ല, ആർക്ക് വേണമെങ്കിലും വരാം. ട്രംപ് ഇതിനെ എതിർക്കുന്ന ആളാണ്. അങ്ങനെയാണിപ്പം അമേരിക്കയിൽ നിന്ന് രേഖകളില്ലാത്ത ഇന്ത്യക്കാർ അമൃത്സറിൽ പറയാൻ കാര്യം എന്താണെന്നറിയാം? ഏറ്റവും കൂടുതൽ ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് സിഖുകാരാണ്. ആ സിഖുകാർ കാനഡയിലും കൊണ്ട് അനധികൃതമായിട്ട് കുടിയേറി അവിടെ അക്രമങ്ങൾ നടത്തുക, അവൻ്റെ മതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവൻ്റെ മതത്തിന് വേണ്ടിയുള്ള ആക്രമണങ്ങൾ നടത്തുക. അല്ല, ഈ ബ്രിട്ടനിലുള്ള ഇംഗ്ലണ്ടിലുള്ള അല്ല, ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷങ്ങളായി തന്നെ ഒരു സമൂഹം അവിടെ തിങ്ങിപ്പാർക്കുന്നു, മറ്റൊരു സമൂഹം അവിടെ കടന്നു വന്ന് അവിടുത്തെ ജനസംഖ്യാപരമായി അവിടുത്തെ രീതിയെല്ലാം മാറുന്നത് ആ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പ്രതിസന്ധി ഉണ്ടായി, അതിൻ്റെ തിരിച്ചടികളും ഉണ്ടായി. ഇപ്പോൾ അതാണ് കുടിയേറ്റ വിരുദ്ധ കക്ഷിയാണ് നിലവിൽ നിന്നിട്ട് കുടിയേറ്റ നിയമങ്ങൾ വളരെ കർശനമാക്കി അവിടെ. പിന്നെ സഹിക്കാൻ പറ്റും ഒരു രാഷ്ട്രത്തിന് അവിടുത്തെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, ഗുരുദ്വാരകൾ ആക്രമിക്കുക. ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുരുദ്വാരകളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കാരനായിട്ടുള്ള അംബാസഡറെ വരെ ആക്രമിക്കാൻ തയ്യാറാകുക, അയാളുടെ കാറ് തടയുക. ഒരു അച്ചടക്കമുള്ള രാജ്യമായിരുന്നു. ഒരു രാജാവ് ഭരിക്കുന്ന ഒരു മൊണാർക്കിയുള്ള രാജ്യമാണ് അവിടെ. പണ്ട് കാലം മുതലേ ഉള്ളൊരു സംസ്കാരമുണ്ട് അവർക്ക്, അച്ചടക്കത്തിൻ്റെ സംസ്കാരം. അങ്ങനെയാണല്ലോ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വി കെ കൃഷ്ണമേനോനും എല്ലാം പോയി പഠിച്ചത് അവിടെ അല്ലേ, ഇന്ത്യ അടിമരാജ്യമായിട്ടിരിക്കുമ്പോഴും. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്ത ലോകപ്രശസ്തമായ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ രാജ്യമാണ്. ലിബറൽ സംസ്കാരം ലോകത്തെ പഠിപ്പിച്ച രാജ്യമാണത്. അതേസമയം അതിൻ്റെ ആ മൊണാർക്കിയിൽ അത് രാജഭരണത്തിൽ നിന്നത് വ്യതിചലിക്കുകയില്ല. പഴയ സംസ്കാരം, ആഴത്തിൽ വേരൂന്നിയ അവരുടെ സംസ്കാരം, ആംഗ്ലോ സാക്സൺ സംസ്കാരം, അത് അവർ നിലനിർത്തി പോരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കടുത്ത തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുക. വലിയ ആക്രമണം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ, ആ തരത്തിലുള്ള ആക്രമണങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുക അവിടെ. ക്ഷേത്ര ധ്വംസനങ്ങൾ, ഗുരുദ്വാരകളിൽ നിന്ന് ആക്രമികൾ. ഇല്ല, ഇതിപ്പം മറ്റൊരു കാര്യം, ഒരു പരിധി നോക്കിയാൽ ഇത്തരം ആക്രമണങ്ങളെല്ലാം വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ലേ? മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ IS എല്ലാം ബന്ധപ്പെട്ട് നിരന്തരം ആക്രമണങ്ങളാണ്. ഒരു ഭാഗത്ത് അൽ ഖ്വയ്ദ, പിന്നീട് ഈ IS അടക്കമുള്ള നിരന്തര ആക്രമണങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ലോകരാജ്യങ്ങൾക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതങ്ങനെയല്ല, അവിടുത്തത് ഒരു ലിബറൽ സമൂഹമായതുകൊണ്ട് ലിബറലായിട്ട് ആൾക്കാർ ഇങ്ങനെയുള്ളവരെ വളരെ വലിയ തോതിൽ അവിടെ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിമാനങ്ങളിൽ തന്നെ ഇതിൻ്റെ ചെക്കപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നേരിട്ട് വന്ന് നടത്താൻ പറ്റില്ല. പക്ഷേ അവിടെ അവർ ജാഗ്രത പാലിച്ചു തുടങ്ങി. കാര്യത്തിൽ വലിയ ജാഗ്രത വന്നു. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ജാഗ്രത ലോകവ്യാപകമായിട്ട് എല്ലാ വിമാനത്താവളങ്ങളും ഇപ്പോൾ ഇന്ത്യയിലും ഉണ്ട്, എല്ലാ വിമാനത്താവളങ്ങളിലും ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന യാത്രക്കാർ സെക്യൂരിറ്റി ചെക്കപ്പിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഭീകരരുണ്ടാക്കി വെച്ച കുഴപ്പങ്ങളാണ്. കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒന്നിനെ ഒരു വളരെ കുഴപ്പങ്ങളുള്ളതാക്കി പരിണമിപ്പിച്ചു. അതാണ് നടന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് എല്ലാ യാത്രക്കാരും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് രാജ്യങ്ങൾ അവരുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുൻകരുതലുകളിലേക്ക് പോവുകയും അവരുടെ പൗരന്മാർ ജാഗരൂകരാവുകയും അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യുകയും കുടിയേറ്റ വിരുദ്ധ പാർട്ടികളെ അധികാരം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ കുടിയേറിക്കൊണ്ട ഇത്തരം ആക്രമണങ്ങളാണ് ലോകത്ത് വലതുപക്ഷ രാഷ്ട്രീയം വളരാനുള്ള ഒരു പ്രധാന കാരണമല്ല. അതെ. ഞാൻ വലതുപക്ഷമെന്ന് ഞാൻ പറയത്തില്ല, ദേശ സ്നേഹമുള്ള കക്ഷികളെ അധികാരത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശീയത ഒരു നയമാക്കിയിട്ടുള്ള കക്ഷികളെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും അതുതന്നെ. ദേശീയതയുടെ ഈ തീവ്രവാദികൾക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് ദേശീയ കക്ഷികൾ അധികാരത്തിലേറാൻ കാരണം. ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, യൂറോപ്പിലാകമാനം ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ തേർവാഴ്ചയായിരുന്നു. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതിനോട് ചായ്വുള്ള കക്ഷികൾ. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുന്നത് കുടിയേറ്റ വിരുദ്ധ കക്ഷികളാണ്. അതാണ് ഒരു
ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അഥവാ ഭൗമരാഷ്ട്രീയ സാഹചര്യം.